ഇന്ത്യ UK വ്യാപാര കരാറിന് അംഗീകാരം. ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചത്. കയറ്റുമതി മേഖലയ്ക്ക് ഊർജ്ജം നൽകുന്നതാണ് വ്യാപാര കരാർ. ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും. സുഗന്ധവ്യഞ്ജനം, ടെക്സ്റ്റൈൽസ്, ചെരുപ്പ് എന്നിവയ്ക്കും തീരുവ ചുമത്തില്ല. ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 2022 ആരംഭിച്ച കരാർ ചർച്ചകൾ കഴിഞ്ഞ മെയ്യിലാണ് അവസാനിച്ചത്. ഇതോടൊപ്പം അടുത്ത 10 വർഷം സമഗ്ര പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനുള്ള വിഷൻ 2035 എന്ന ദർശനരേഖയും ലണ്ടനിൽ പുറത്തിറക്കി. UK ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ തീരുവ 3% കുറയും. ക്ഷീരോൽപ്പന്നങ്ങൾ, ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകില്ലെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കടക്കം UKയിലെ വിപണി തുറന്നു നൽകുന്നതാണ് ഇന്ത്യ UK സ്വാതന്ത്ര്യ വ്യാപാര കരാർ. UKയിൽ നിന്നുള്ള ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വാഹനങ്ങൾക്കും ഇന്ത്യൻ വിപണിയും കരാറിലൂടെ തുറന്നുകിട്ടും. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് UKയിൽ 20% തീരുവ ഉണ്ടായിരുന്നത് 0 ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീനും തീരുവയില്ലാതെ UK ഇറക്കുമതി ചെയ്യും. സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി തുടങ്ങിയവയുടെ തീരുവയും കുറച്ചു. തേയില, കാപ്പി എന്നിവയുടെ ഇറക്കുമതി നിയന്ത്രണം ഒഴിവാക്കാനും UK തയ്യാറായി. കേരളത്തിനും ഈ തീരുമാനം ഗുണം ചെയ്തേക്കാം. പാക്കറ്റിലാക്കിയ ഭക്ഷണത്തിന് 70% വരെ തീരുവ ഉണ്ടായിരുന്നതും UK എടുത്തുകളയും. ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് 12%, കെമിക്കലുകൾക്ക് 8% തീരുവ UK ചുമത്തിയിരുന്നു. ഇവ രണ്ടും പിൻവലിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറിനുള്ള തീരുവ കുറച്ചത് IT മേഖലയ്ക്ക് സഹായകരമാകും. സ്മാർട്ട് ഫോണുകൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പാവകൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, പ്ലാസ്റ്റിക്, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള തീരുവ എടുത്തുകളയാനും UK സമ്മതിച്ചു. ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ നിധി അടയ്ക്കുന്നതിലും ഇളവുണ്ടാകും. UK ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ശരാശരി 15% തീരുവ 3% കുറയ്ക്കും. വാഹനങ്ങൾ, സ്കോച്ച്, വിസ്കി എന്നിവയുടെയെല്ലാം തീരുവ കുറയും. അതേസമയം ക്ഷീരോൽപ്പന്നങ്ങൾ, ഭക്ഷ്യ എണ്ണ, ആപ്പിൾ തുടങ്ങിയവയ്ക്കുള്ള സംരക്ഷണം തുടരുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്.